ദിവസം മുതൽ മിനിഞ്ഞാന്ന് വരെ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കണ്ണിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അത് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മുത്തുനബിയെ പിൻവലിക്കാൻ ബിദ്അത്ത് കക്ഷികൾക്ക് അടുത്ത കാലഘട്ടത്തിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന വസ്വാസിൻ്റെ ഊഹാപോഹത്തിൽ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ വർത്തമാനകാല മുസ്ലിം ലോകം കണ്ട ദുരന്തം. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ കൈകാര്യത്തിൽ വന്ന വ്യത്യാസങ്ങളല്ല. അതേത് കാലത്താണ് മനുഷ്യ രാഷ്ട്രീയത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടുള്ളത്? നിങ്ങളെന്താ ഈ പറയുന്നത്? എന്നാണ് ഈ ഭൂമിയിൽ ഒരു വെള്ളരിക്കപ്പട്ടണം ഉണ്ടായത്? എന്നാണത്? കാലുഷ്യമാർന്ന പ്രശ്നങ്ങളുടെ നടുവിലല്ലാതെ എന്നാണ് ഖിലാഫത്ത് റാഷിദ പോലും നടന്നത്? ഒരു ഖലീഫ മാത്രമല്ലേ വീട്ടിൽ കിടന്ന് മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് മരിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്ന വ്യതിയാനങ്ങളല്ല പ്രശ്നം, അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. فإنها تصاريف زمان عجيبة يوما ترى عسرا ويوما ترى يسرا. سبحان الله. അതാണ് കൃത്യം. അത് കൃത്യമായ ഒരു കവിതയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ചാടിക്കിട്ടിയതാണ്. പണ്ടെങ്ങോ പഠിച്ചു മറന്നുപോയ ഒരു കവിതയാണ്. അത് കൃത്യമായ കവിതയാണ്. فإنها تصاريف زماني عجيبة فيوما ترى عسرا ويوما ترى يسرا. കാലഘട്ടത്തിന്റെ ക്രയവിക്രയങ്ങൾ എപ്പോഴും അത്ഭുതമായിരിക്കും. യൗമൻ തറാ ഉസ്റൻ, ഒരു ദിവസം നീ പ്രയാസത്തെ അഭിമുഖീകരിച്ചാൽ വയൗമൻ തറാ യുസ്റാ, അടുത്ത സമാനിൽ നീ സന്തോഷം അഭിമുഖീകരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തസ്വാരിഫുസ്സമാനാണ്, കാലത്തിന്റെ ക്രയവിക്രയങ്ങളാണ്. അത് വന്നു. അതൊന്നുമല്ല പ്രശ്നം എന്താ? ഉസൂലിൽ നിന്ന് പുറകോട്ട് പോവുക. എന്താ ദീൻ? ദീൻ എന്നാൽ ദീനിന്റെ മദാർ മുഹമ്മദ് മുസ്തഫയാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, അത് തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിന്റെ അടിസ്ഥാനം നിസ്കാരം. നിസ്കാരത്തിന്റെ അസ്ലെന്താ? ഫിഖ്. എന്താ ഫിഖിന്റെ അടിസ്ഥാനം? നിസ്കാരം എങ്ങനെയൊക്കെ ചെയ്യാവുക? ഫിഖ് പഠിക്കണം. എന്താ ഫിഖിന്റെ അടിസ്ഥാനം? ഫിഖിന്റെ അടിസ്ഥാനം എന്താ? ഫിഖിന്റെ അടിസ്ഥാനം എന്ത്? സ്വലാത്ത് മുഹമ്മദ്. ഒക്കെ പറ സ്വലാത്ത് മുഹമ്മദ്. ഉറക്കപ്പറ സ്വലാത്ത് മുഹമ്മദ്. എന്താ പറഞ്ഞത്? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി സ്വല്ലു കമാ റഅയ്തും ഫിൽ ഖുർആൻ എന്നല്ല. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അപ്പോൾ നിസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയുടെ നിസ്കാരമാണ്, മുഹമ്മദ് മുസ്തഫ. നമ്മളെങ്ങനെ നിസ്കരിക്കണത്? റസൂലുള്ള നിസ്കരിച്ച പോലെ നിസ്കരിക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് എങ്ങനെ നമ്മൾ നിസ്കരിക്കണത്? മുത്തുനബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാനാ കൽപ്പിച്ചത്. ഖുർആനിൽ കണ്ടതുപോലെ നിസ്കരിക്കാനല്ല കൽപ്പിച്ചത്. ഞാൻ എങ്ങനെ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചോളി. അപ്പോൾ നിസ്കാരത്തിന്റെ അവലംബം ആരാണ്? മുത്ത് റസൂലാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ബസ് ഖുർആൻ ഓരോരുത്തർ ഗവേഷണം നടത്തി ഓരോരുത്തർ ഓരോ തോന്നിയമാരും നിസ്കരിച്ചാലോ? ഗവേഷണം നടത്തിയവർക്ക് തോന്നിയമാരും കണ്ടെത്തിക്കൂടെ പലതും? പ്രത്യേകിച്ച് ഖുർആനെ പോലെയുള്ളൊരു മഹാഗ്രന്ഥം, ഈ ലോകത്തെ സപ്തസാഗരങ്ങളും അതിനപ്പുറവും മഷിയാക്കിയിട്ട് എഴുതിയാലും തീരാത്ത ആശയഗഹനതയുള്ള ഒരു മഹാസാഗരത്തെ എങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് വളച്ചൊടിക്കാം? അത് നോക്കിയാണോ നിസ്കരിക്കേണ്ടത്? അങ്ങനെയാണോ ലോകത്ത് നിസ്കരിച്ച്? അങ്ങനെയാണോ നബി നിസ്കരിക്കാൻ പറഞ്ഞേ? അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ അമലല്ലേ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ അച്ചണ്ണുണ്ട് പോലും എന്താണ്? അത് മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ നിസ്കാരമാണ്. എനിക്ക് ഏറ്റവും 5ാമത്തെ ഫർളാണല്ലോ ഹജ്ജ്. എന്താ ഹജ്ജിന്റെ മാനദണ്ഡം? ഖുദൂ അന്നി മനാസികക്കും.
ഈ കൊല്ലം തന്നെ എന്നിൽ നിന്ന് ഹജ്ജ് പഠിച്ചെടുക്കുക, അഥവാ അടുത്ത ഹജ്ജിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് സാരം. കൃത്യമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 100 ദിവസം തികഞ്ഞില്ല, മുത്തുനബി വഫാത്തായി. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? ഖുർആനാണ് മദാറിയെങ്കിൽ, അച്ചുതണ്ടെങ്കിൽ, നിസ്കാരത്തിന് കേവലം ഒരാൾ ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്യുന്നത് അനുസരിച്ച് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാമെങ്കിൽ, കേവലമുള്ള ഖുർആനിൽ ഒരാൾക്ക് തോന്നിയതുപോലെ കണ്ടെത്തുന്നതാണ് ഹജ്ജിൻ്റെ മാനദണ്ഡമെങ്കിൽ, അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഖുർആൻ ഇവിടെ ഉണ്ടല്ലോ. എന്തിനാണ് അക്കൊല്ലം തന്നെ നബിയിൽ നിന്ന് ഹജ്ജ് പഠിക്കേണ്ട ആവശ്യം? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ? ഹജ്ജിൻ്റെ അമലുകൾ, സ്തോത്രങ്ങൾ, അതെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. പിടിച്ചു വെക്കണം. നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചു വെക്കണം. ചില ഹദീസിൽ കാണാം, ഒരു പക്ഷേ അടുത്ത ഹജ്ജിന് ഞാൻ ഇല്ല എന്നും വന്നേക്കാം എന്ന് നസ്സായി പറഞ്ഞ ഹദീസും ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്? മുത്തുനബി ഹജ്ജ് ചെയ്തപോലെ മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ വഴിയിലുള്ള ഖുർആന്റെ ആയത്ത് കണ്ടുപിടിക്കണം. ആ വഴിയിൽ ആയത്ത്. ഈ നബിയുടെ നിസ്കാരം മനസ്സിൻ്റെ ക്യാൻവാസിൽ സങ്കല്പിച്ചിട്ട് ഒരാൾ ഖുർആനിൽ തിരഞ്ഞാൽ ഖുർആനിന് അങ്ങനത്തെ നിസ്കാരവും കിട്ടും, ഖുർആനിൽ നിന്ന് അങ്ങനത്തെ നോമ്പ് കിട്ടും, ഖുർആനിന് അങ്ങനത്തെ സക്കാത്ത് കിട്ടും, ഖുർആനിന് അങ്ങനത്തെ ഹജ്ജും കിട്ടും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അതായത് ഗവേഷകൻ്റെ മനോദർപ്പണത്തിൽ ഗവേഷകൻ ഒരു സങ്കല്പം വെക്കും. എന്ത്? നബിയുടെ നിസ്കാരം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ല. അപ്പോൾ ഖുർആനിൽ ഗവേഷണം നടത്തുന്ന 2 വിഭാഗം ആളുകൾ. ഒരു വിഭാഗം ആളുകളുടെ നിസ്കാരത്തിൽ ഗവേഷണം നടത്തുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ദർപ്പണത്തിൽ ആദ്യം ആരുണ്ട്? നബിയുടെ നിസ്കാരം. എന്നിട്ട് അത് കണക്കാക്കിയിട്ട് ആയത്ത് തിരഞ്ഞാൽ അതിന് കൃത്യമായ ആയത്തുകൾ കിട്ടും. ഇല്ലെങ്കിലോ അത് മാറ്റി വെച്ച് നിസ്കരിച്ചാലോ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് നല്ല സദസ്യം ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് കാണാനില്ലാതായി, എവിടെ പോയാൽ അറിയൂല. അല്ലാഹു അഅലം. ഈ ആൾ 5 വക്ത നിസ്കാരം 3 വക്താക്കി, പിന്നെ നിസ്കാരവും ചുരുക്കി. ഒരിക്കൽ അയാളുടെ ഒരു അനുയായി, പിന്നീട് അയാളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അനുയായി എന്നെ ഒരു യാത്രയിൽ കണ്ടിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ, നേരത്തെ അയാൾ ആ പറയപ്പെട്ട ടിയാൻ്റെ ആളായിരുന്നു. 3 വക്കത്ത് നിസ്കാരക്കാരനായ ഒരു ടിയാൻ്റെ ആളായിരുന്നു. അങ്ങനത്തെ അയാൾ പിന്നെ അയാളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അയാളെ ഞാനൊരു യാത്രയിൽ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അന്ന് ഈ 3 വക്തുകാരനായ ടിയാൻ്റെ നിസ്കാരക്കാലത്ത് അനുയായ കാലത്തുള്ള ചില ഫലിതങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു ലോഡ്ജിലേക്ക് ഞങ്ങളെ കുറച്ച് ആളുകളെ കത്തയച്ചു വരുത്തി, ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥ നിസ്കാരം കാണിച്ചു തരാം എന്ന് വിളിച്ചു വരുത്തി. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ പറഞ്ഞപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു ലോഡ്ജിൽ എത്തിച്ചേർന്നു. അങ്ങനെ അയാളും വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് നിസ്കാരം കാണിച്ചു തന്നു. നിസ്കാരത്തിന് അയാൾ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി. പിന്നെ അയാൾ എന്ത് ചെയ്തു? നേരെ സുജൂദിലേക്ക് പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്ത്? സുജൂദ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നേരെ അയാൾ ഖിയാമിലേക്ക് വന്ന് റുക്കൂ ചെയ്ത്, റുക്കൂയിൽ നിന്ന് ഇഅ്തിദാൽ വന്നിട്ട് പിന്നെ അടുത്ത റക്അത്തിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ഇതൊരു കോലമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അതായത് ഖിയാമെന്ന് നേരെ അങ്ങോട്ട് പോയി, സുജൂദിലേക്ക് പോയി. അതിന് അയാൾ പറഞ്ഞ മാനദണ്ഡം വസ്ജുദു വർക്കഉ മഅ റാക്കിഈൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞത് സുജൂദ് ആയതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് നിസ്കരിക്കേണ്ട കോലം ഇങ്ങനെയാണ് എന്ന്. തക്ബീർ കെട്ടി ഫാത്തിഹ ഓതിയതിന് ശേഷം നേരെ എങ്ങോട്ട് പോയി? പറ. സുജൂദിലേക്ക് പോയിട്ട് ഒരു സുജൂദ്, ഒറ്റ സുജൂദ് ചെയ്തിട്ട് നേരെ കയറി വന്ന് റുക്കൂ ചെയ്ത് ഇഅ്തിദാലിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അടുത്ത ഖിയാം ഓത്താണ് തുടങ്ങി. അപ്പോൾ ഒരു റക്അത്തായി. ഇതൊരു കോലം. ഇനി രണ്ടാമത്തെ ഒരു കോലം ഉണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും കാണിച്ചു. അത്രേ നേരെ ഓതിയിട്ട് സുജൂദിൽ പോയിട്ട് ഇടയിൽ ഇരുന്നിട്ട് വീണ്ടും ഒരു സുജൂദ് ചെയ്തിട്ട് റുക്കോയിൽ കയറിയിട്ട് ഇഅ്തിദാൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റുക്കോയിലേക്ക് പോയിട്ട് രണ്ടാമത്തെ റുക്കോവും കൂടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് കയറി. മനസ്സിലായില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു രൂപവുമുണ്ട് എന്ന് രണ്ടാമതും പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ വസ്ജുദു വർക്കഉ മഅ റാക്കിഈൻ എന്ന് പറഞ്ഞെടുത്ത് സുജൂദും റുക്കോവും ഒരുപോലെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഒന്നിരിക്കൽ സുജൂദും ഒന്നാക്കുക, അല്ലെങ്കിൽ റുക്കോവും ഒന്നാക്കുക. കാരണം ഒരുപോലെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടാക്കുക.
കാരണം വസ്തുത് വർക്കാവെന്ന് പറഞ്ഞപ്പോൾ റുക്കോയും സുജൂദ് ഒരുപോലെയല്ലേ പറഞ്ഞേ? അപ്പൊ റുക്കോ സുജൂദ് രണ്ടാണെങ്കിൽ റുക്കോയും രണ്ടാക്കണം. ഇങ്ങനെ രണ്ട് രീതി ഉണ്ട്. ഇങ്ങനെ രണ്ടിലും നിങ്ങൾക്ക് നിസ്കരിക്കാം. ഇതാണ് ഖുർആനിൽ കണ്ട യഥാർത്ഥ നിസ്കാരം എന്ന് പറഞ്ഞ് ചായം കുടിച്ച് പിരിഞ്ഞ് ബസ്സിന് തിരിച്ച് മഞ്ചേരി പോരുന്ന നേരത്ത് ഇയാൾക്ക് തോന്നിയിത്രേ, ഇയാൾക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ഞാൻ അങ്ങോട്ട് കാണാൻ പോയിട്ടില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് രംഗം. ഇയാൾക്ക് എന്താ വല്ല സോക്കടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇതാണ് എൻ്റെ അവസാനത്തെ കാഴ്ച എന്നെന്നോട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പേർക്ക് പറ്റിയത് ഒരു ഖുർആൻ നോക്കി നിസ്കരിച്ചു. ഇനി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം, കർമ്മം, പ്രവർത്തനം, രീതി മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാം നബി വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, നബി പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കുക, നബി കാണിച്ചതുപോലെ ചെയ്യുക, നബി ചെയ്തതുപോലെ ചെയ്യുക, നബി പറഞ്ഞതുപോലെ പറയുക. എല്ലാം മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായ മുഹമ്മദ് മുസ്തഫയാണ്. നബിയെ മനോദർപ്പണത്തിൽ കൊണ്ടുവന്നിട്ട് ഖുർആനെ സമീപിച്ചാൽ സിറാത്തുല്ലദീന. ഈ അടുത്ത കാലത്ത് എന്ത് സംഭവിച്ചുവെന്നാൽ മനോദർപ്പണത്തിൽ നിന്ന് നബിയെ ഒഴിവാക്കാൻ പല വസുവാസുകളും കാരണമായി പലരും ഒഴിവാക്കി. പല കുടുംബങ്ങളും, നല്ല നല്ല കുടുംബങ്ങളിൽ ഷെക്കുകളും വസുവാസുകളും വന്നു. സത്യത്തിൽ ഇസ്ലാമിൻ്റെ നബി എന്ന് പറഞ്ഞാൽ ഹുവയായ നബിയല്ല, അന്തയായ നബിയാണ്. നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. നബി ഹുവയാകാൻ പാടില്ല, നബി അന്തയാണ്. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എങ്ങനെ 1400 കൊല്ലം മുമ്പ് വഫാത്തായൊരു മനുഷ്യൻ അന്തയാവുക? നബിയെ അങ്ങ്, നബിയെ അങ്ങ്. അസ്സലാമു അലൈക ചൊല്ലി അസ്സലാമു അലൈക അയ്യോ നബി. ഓ നബിയായിട്ടുള്ള അങ്ങോരെ, അങ്ങേക്ക് എൻ്റെ സലാം, അള്ളാഹുവിൻ്റെ ഞാൻ സലാം പറഞ്ഞിരിക്കുന്നു. അള്ളാഹിൻ്റെ സലാത്തും സലാമുണ്ട്. അസ്സലാമു അലൈക ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അങ്ങ്, ഹുവയല്ല അങ്ങ്. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലെ നബിയെ നിസ്കാരം വരച്ചു കാട്ടിയിട്ടുണ്ട്. അത് മനോദർപ്പണത്തിൽ സദാ നേരമുള്ള നബിയാണ്. അതുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയും സമൂഹ മധ്യത്തിലെ നബിയും അന്തയാണ്.